ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. മഴ തന്നെ ആയതുകൊണ്ട് തുണികൾ നിറയെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ആരും മെയിൻ ചെയ്യണ്ട. ഇന്ന് അത്യാവശ്യം നല്ല ഒരു ക്ലൈമറ്റാണ്. മഴയില്ല വെയിലുമില്ല, ഒരു ചെറിയ മൂടൽ പോലെയുള്ള ഒരു ക്ലൈമറ്റായിരുന്നു. പിന്നെ ഞാൻ രാവിലെ എണിച്ചതും അടിച്ചു വാരി കേട്ടോ. ഫ്രണ്ടേജ് ഞാൻ അടിച്ചു വാരി. അധികം ചപ്പും ചവറൊന്നുമില്ല, എന്നാലും നമുക്കൊരു സമാധാനത്തിന് അടിച്ച് വരണമല്ലോ. അപ്പോൾ ഫ്രണ്ടേജ് അടിച്ച് വാരി ഞാൻ ബാക്കിലേക്ക് പോവുകയാണ്. കാരണം ഞങ്ങൾ പൊള്ളാച്ചി പോകുന്നുണ്ട്. അപ്പോൾ ബെഡിൻ്റെ കവറും അങ്ങനെ മനുഷ്യക്ക് യൂസ് ചെയ്യുന്ന ഷീറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനങ്ങനെ കേട്ടോ. എവിടെയും പോവുകയാണെങ്കിൽ നമ്മൾ ബെഡിൻ്റെ കവറൊക്കെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേഗം അലക്കിയിടും. കാരണം ഇതൊക്കെ നല്ല കട്ടിയുള്ളതുകൊണ്ട് ഉണങ്ങാൻ ടൈം എടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ 2-3 ദിവസം വേറെ എവിടെയാണെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ അത് ആ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. കുളിച്ചൊക്കെ ഫ്രഷായിട്ട് ഇരിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ പാല് ചൂടാക്കാൻ പോവാണ്, ചായ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ ടൈമിലൊന്നും ആരും എണിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് രാവിലെ എണിച്ചാൽ തന്നെ വേഗം വിശക്കണ ഒരു സ്വഭാവമുണ്ട്. ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെയൊക്കെ? അപ്പോൾ ഞാൻ വേഗം ഫ്രിഡ്ജിലാണോ ഞങ്ങൾ ബ്രെഡ് വെച്ചത്. അപ്പോൾ ഇപ്പുറത്ത് ബ്രെഡും ബട്ടറും വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പുറത്ത് ചായ അപ്പുറത്ത് ബ്രെഡ്, ഇപ്പുറത്ത് ചായ അപ്പുറത്ത് ബ്രെഡ്, അങ്ങനെ ചെയ്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് നല്ല മൊരിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് മൊരിയുന്ന പോലെ ആ ഒരു ഫ്രിഡ്ജിൽ വെച്ച തണുപ്പ് മാറാൻ വേണ്ടി മാത്രം ഞാൻ ബ്രെഡ് ഇതാക്കി. അങ്ങനെ ബ്രെഡും ചായയൊക്കെ എടുത്തിട്ട് വന്നപ്പോഴേക്കും കുറച്ച് വെളിച്ചം വെച്ചു കേട്ടോ. ഇപ്പോഴും ആരും എണിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ. തണുപ്പായതുകൊണ്ട് എല്ലാം മൂടിപ്പൊടിച്ച് കിടക്കുകയാണ്. അങ്ങനെ ചായയും ബ്രെഡൊക്കെ കഴിച്ച് സെറ്റാക്കിയിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മേഴ്ചക്ക് കൊടുക്കണ വീഡിയോ കേട്ടോ. ഇത് വേണ്ട പറഞ്ഞിട്ട് അവരിതും വിളിച്ചിട്ട് കരിങ്കാളിയല്ലേ എന്നൊരു സോങ്ങില്ലേ, അത് പാടിയിട്ട് നടക്കുക കേട്ടോ ആൾ. തിന്നാൻ എല്ലാ കുട്ടികൾക്കും മടിയുള്ള പോലെ ഇതും ഭയങ്കര മടിയെത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കുളിച്ച് റെഡിയായി. നിറയെ ഡ്രസ്സും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു തിരുപ്പൂർ എൻഗേജ്മെൻറ്റിന് പോകുക കേട്ടോ. അതാട്ടോ. അപ്പോൾ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പിറ്റേ ദിവസം പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും റെഡിയായി. റയാൻ്റെ സ്കേറ്റിംഗ് ഷൂ ഒക്കെ എടുത്ത് റെഡിയായി പോവുകയാണ്. ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നിട്ടാട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ ബസ്സിൽ കയറി പൊള്ളാച്ചി വണ്ടി KSRTCയിലാട്ടോ കയറിയത്. അപ്പോൾ KSRTCയിലായ വേഗം എത്തും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഛർദീൻ്റെ ഒരു അസുഖമുണ്ട്. പിന്നെ ഞങ്ങൾ അത് ഇറങ്ങി പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ വേറൊരു ചെറിയ ബസ് കയറണം കേട്ടോ, ലോക്കൽ ബസ്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചാലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ രാത്രി ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ചട്ടിനിയും ഒക്കെ കഴിച്ച് എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു. മക്കളൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.